പശ്ചിമബംഗാളിലെ ചരിത്ര വിജയത്തോടെ രാജ്യത്ത് ബി.ജെ.പി. നേരിട്ട് ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ 16. 4 എൻ.ഡി.എ ഭരണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2014 കേന്ദ്രത്തിൽ അധികാരമേൽക്കുമ്പോൾ 7 സംസ്ഥാനങ്ങളിൽ മാത്രമായിരുന്നു ബി.ജെ.പി. ഭരണം. 2014 14 സംസ്ഥാനങ്ങൾ ഭരിച്ച കോൺഗ്രസ് 2026 4 ബി.ജെ.പി. ഭരണം. ഗുജറാത്ത്, രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, ബീഹാർ, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഛത്തീസ്ഗഡ്, ഗോവ, ഡൽഹി, ഹരിയാന, അസം, ത്രിപുര, മണിപ്പൂർ, ഒഡീഷ, അരുണാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ് എന്നിവ മുന്നണി ഭരണം ആന്ധ്രാപ്രദേശ്, പുതുച്ചേരി, നാഗാലാൻഡ്, സിക്കിം. കോൺഗ്രസ് ഭരണം തെലങ്കാന, ഹിമാചൽ പ്രദേശ്, കർണാടക, കേരളം. മുന്നണി ജാർഖണ്ഡ്. രാജ്യസഭയിലും ബി.ജെ.പിക്ക് നേട്ടം. 22 സംസ്ഥാനങ്ങളിൽ ഭരണം ലഭിച്ചത് രാജ്യസഭയിലെ സീറ്റുകളിലും പ്രതിഫലിക്കും. അടുത്ത കൊല്ലം നടക്കുന്ന ഗുജറാത്ത്, ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, പഞ്ചാബ്, ഹിമാചൽ പ്രദേശ്, മണിപ്പൂർ, ഗോവ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ബി.ജെ.പി. മികച്ച പ്രകടനം കാഴ്ചവെച്ചാൽ രാജ്യസഭയിൽ 3/2 ഭൂരിപക്ഷത്തിലെത്തും. പശ്ചിമബംഗാളിൽ നിന്നുള്ള രാജ്യസഭാ സീറ്റുകളിൽ ഒഴിവ് വരുന്നത് 2029 ഓഗസ്റ്റിലാണ്. തമിഴ്നാട്ടിൽ അത്ഭുത വിജയം നേടിയ വിജയുടെ ടി.വി.കെക്ക് രാജ്യസഭാംഗത്വം ലഭിക്കാൻ സംസ്ഥാനത്ത് ഒഴിവ് വരുന്ന 2028 ജൂൺ വരെ കാത്തിരിക്കണം. കേരളത്തിലെ ജയം രാജ്യസഭയിൽ കോൺഗ്രസിന് നേട്ടവും CPM-ന് നഷ്ടവും ഉണ്ടാക്കും. 2014 കേന്ദ്രഭരണത്തിലെത്തുമ്പോൾ കേവലം 4 മുഖ്യമന്ത്രിമാർ മാത്രമുണ്ടായിരുന്ന സ്ഥാനത്ത് നിന്ന് 2026 എത്തി നിൽക്കുമ്പോൾ കേന്ദ്ര ഭരണ പ്രദേശങ്ങൾ ഉൾപ്പെടെ രാജ്യത്തെ 22 പ്രദേശങ്ങളിൽ എൻ.ഡി.എ ഭരണം നടത്തുന്ന നിലയിലേക്ക് പാർട്ടി വളർന്നു കഴിഞ്ഞു. 2014 രാജ്യത്തിന്റെ ഭൂവിസ്തൃതിയുടെ 34% ജനസംഖ്യയുടെ 1/4 മാത്രമാണ് ബി.ജെ.പിക്ക് അനുകൂലമായി ഉണ്ടായിരുന്നത്. എന്നാൽ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ബി.ജെ.പിയുടെ സ്വാധീനം ആകെ ഭൂവിസ്തൃതിയുടെ 74%-ലേക്കും ജനസംഖ്യയുടെ 69%-ലേക്കും വ്യാപിച്ചു. നിലവിൽ ബി.ജെ.പിക്ക് സ്വന്തമായി മുഖ്യമന്ത്രിമാരുള്ള 17 സംസ്ഥാനങ്ങളുണ്ട്. ഹിന്ദി ഹൃദയഭൂമിയിലെ ഉത്തർപ്രദേശും ബീഹാറും കൂടാതെ ഗുജറാത്ത്, ഹരിയാന, ഉത്തരാഖണ്ഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളും ബി.ജെ.പി. ഭരണത്തിന് സമ്മതം മൂളി. മഹാരാഷ്ട്രയിലും ഹരിയാനയിലും സഖ്യകക്ഷികളോടൊപ്പമാണ് ബി.ജെ.പി. ഭരണത്തിലെത്തിയത്. മഹാരാഷ്ട്രയിൽ സഖ്യം പൊളിഞ്ഞതും ജാർഖണ്ഡിലെ പരാജയവുമാണ് ഈ കാലയളവിൽ ബി.ജെ.പിക്കുണ്ടായ പ്രധാന തിരിച്ചടികൾ. കൂടുതൽ സംസ്ഥാനങ്ങളിൽ അധികാരത്തിലെത്തിയില്ലെങ്കിലും ദക്ഷിണേന്ത്യയിലെ കേരളം, തെലങ്കാന, കർണാടക എന്നീ സംസ്ഥാനങ്ങളിൽ നിലവിൽ ബി.ജെ.പി. വിരുദ്ധരായ കോൺഗ്രസിന്റെ പക്കലാണ്. തമിഴ്നാട്ടിൽ ബി.ജെ.പി. പ്രത്യയശാസ്ത്ര ശത്രുവായി പ്രഖ്യാപിച്ചിരിക്കുന്ന ടി.വി.കെയാണ് അധികാരത്തിലെത്താൻ പോകുന്നത്. കൂടാതെ പഞ്ചാബ്, ഹിമാചൽ പ്രദേശ് എന്നീ സംസ്ഥാനങ്ങളും ഇപ്പോൾ ബി.ജെ.പിക്കൊപ്പമല്ല. ആന്ധ്രാപ്രദേശിൽ ചന്ദ്രബാബു നായിഡുവിനൊപ്പമുള്ള സർക്കാരിൽ പങ്കാളിയാണ് ബി.ജെ.പി. ദക്ഷിണേന്ത്യയിൽ ബി.ജെ.പിക്ക് വലിയ സ്വാധീനമുള്ള സംസ്ഥാനങ്ങളാണ് കർണാടകയും ആന്ധ്രാപ്രദേശും. തെലങ്കാനയിലും ബി.ജെ.പി. ശക്തി വർദ്ധിപ്പിക്കുന്നുണ്ട്. ബംഗാളിലെ വിജയത്തിന് പിന്നാലെ ഗംഗോത്രി മുതൽ ഗംഗാസാഗർ വരെ താമര വിരിഞ്ഞുവെന്നാണ് ഈ നേട്ടത്തെക്കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതികരിച്ചത്. ബംഗാളിലെ വിജയത്തിനു ശേഷം ബി.ജെ.പി. ലക്ഷ്യമിടുന്നത് പഞ്ചാബിനെയാണ്. അടുത്ത വർഷത്തോടെ മുഖ്യമന്ത്രിമാരുടെ എണ്ണം ഇനിയും വർദ്ധിപ്പിക്കാനാണ് പാർട്ടി പദ്ധതിയിടുന്നത്. അതിനിടെ മമതയെ തൂത്തെറിഞ്ഞ ബംഗാളിലും ഹിമന്തയുടെ തോളിലേറി ആസാമിലും ബി.ജെ.പി. കൊയ്തത് വമ്പൻ നേട്ടമാണ്. വോട്ട് വിഹിതം കുത്തനെയാണ് വർദ്ധിപ്പിച്ചത്. ആസാമിൽ ബി.ജെ.പിക്ക് 37.81% വോട്ടും സഖ്യകക്ഷികളായ എ.ജി.പിക്ക് 6.47% വോട്ടും ബി.പി.എഫിന് 3.73% വോട്ടും ലഭിച്ചു. ആസാമിൽ 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൻ.ഡി.എക്ക് 29.5% വോട്ട് വിഹിതമാണ് ഉണ്ടായിരുന്നത്. 2021 ഇത് 33%. 2026 തെരഞ്ഞെടുപ്പിൽ വോട്ട് വിഹിതം 5%-ലധികം വർദ്ധിച്ച് 38%-നടുത്തെത്തി. മൂന്നാം തവണയും എൻ.ഡി.എ ഉജ്ജ്വല വിജയം നേടിയപ്പോൾ 126 സീറ്റുകളിൽ 102 എണ്ണവും നേടി. മത്സരിച്ച 90 സീറ്റുകളിൽ 82 എണ്ണവും ബി.ജെ.പി. നേടി. കേവല ഭൂരിപക്ഷമായ 64 സീറ്റിനേക്കാൾ 18 കൂടുതൽ. ആദ്യമായാണ് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടുന്നത്. സഖ്യകക്ഷികളായ ആസാം ഗണ പരിഷത്ത്, ബോഡോലാൻഡ് പീപ്പിൾ ഫ്രണ്ട് എന്നിവ 10 സീറ്റുകൾ വീതം നേടി. 5 പാർട്ടികളുമായി സഖ്യമുണ്ടാക്കിയ കോൺഗ്രസിന് 19 സീറ്റുകളെ നേടാനായുള്ളൂ. 29.84% വോട്ടാണ് ലഭിച്ചത്. സഖ്യകക്ഷികളിൽ ഒന്നായ റൈജോർ ദളിന് മാത്രമാണ് 2 സീറ്റുകളിൽ വിജയം നേടാനായത്. സ്വതന്ത്രരായി മത്സരിച്ച ഓൾ ഇന്ത്യ യുണൈറ്റഡ് ഡെമോക്രാറ്റിക് ഫ്രണ്ടിന് 2 സീറ്റും തൃണമൂൽ കോൺഗ്രസിന് 1 സീറ്റും ലഭിച്ചു. ബംഗാളിൽ 207 സീറ്റുകൾ നേടിയാണ് അധികാരത്തിലെത്തുന്നത്. ഭരണകക്ഷിയായിരുന്ന തൃണമൂൽ കോൺഗ്രസിന് 80 സീറ്റുകളിൽ മാത്രമാണ് വിജയം. കഴിഞ്ഞ തവണ 38.4% ബി.ജെ.പിയുടെ വോട്ട് വിഹിതം ഇത്തവണ 45.84%. 2021 തെരഞ്ഞെടുപ്പിൽ 215 സീറ്റ് നേടിയ ടി.എം.സി 48.2% വോട്ട് നേടിയപ്പോൾ ബി.ജെ.പിയുടേത് 38.4% 203 സീറ്റുകളിൽ ബി.ജെ.പിയുടെ വോട്ട് വിഹിതം കഴിഞ്ഞ തവണത്തേതിനേക്കാൾ 5% ഉയർന്നു. CPM 4.45%, കോൺഗ്രസ് 2.97% വോട്ട് നേടി. ബി.ജെ.പിയുടെ വോട്ട് വിഹിതം ഉയർന്നപ്പോൾ 3 തവണ തുടർച്ചയായി അധികാരത്തിലെത്തിയിരുന്ന ടി.എം.സിക്ക് ഭൂരിഭാഗം മണ്ഡലങ്ങളിലും വോട്ട് വിഹിതം നഷ്ടപ്പെട്ടു. നിരവധി സീറ്റുകളിൽ 20%-ലധികം ഇടിഞ്ഞു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.